അങ്ങനെ ഇന്ത്യൻ ടീം ഓസ്ട്രേലിയക്കെതിരെ 2020 പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. 2-1 ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. 5 മത്സരങ്ങളടങ്ങുന്ന 2020 പരമ്പരയിലെ അഞ്ചാമത്തെ അവസാനത്തെ മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടെങ്കിലും 2-1 ലീഡിൽ നിന്ന ഇന്ത്യക്ക് പരമ്പര സ്വന്തമായി ലഭിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഈ ഒരു മത്സരത്തിൽ മഴ പെയ്തത് അവർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ 2-1 ലീഡിൽ നിൽക്കുമ്പോൾ അവസാന മത്സരത്തിലെങ്കിലും പരമ്പര നഷ്ടപ്പെടാതെ സമനില പിടിക്കാനുള്ള ഒരു അവസരമാണ് ഓസ്ട്രേലിയക്ക് മഴ മൂലം നഷ്ടമായിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. മഴ പെയ്തെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് ലീഡുള്ളതുകൊണ്ട് ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഏകദിന പരമ്പരയിൽ ഓസീസിനോടേറ്റ കനത്ത തോൽവിക്ക് എന്തായാലും തിരിച്ച് അതേ നാണയത്തിൽ തന്നെ ഇന്ത്യ മറുപടി നൽകിയിരിക്കുകയാണ്. 2020 വിജയിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ ഓസീസിന് ഒരു തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഈ ഒരു പരമ്പരയിൽ ഇന്ത്യയുടെ താരമായി മാറിയത് അഭിഷേക് ശർമ്മയാണ്. പരമ്പരയിലെ താരവും അഭിഷേക് തന്നെയാണ്. പരമ്പരയിലുടനീളം ഇന്ത്യയുടെ ബാറ്റിംഗ് നിർണായക താരമായി മാറിയതും അഭിഷേക് ശർമ്മ തന്നെയാണ്. അങ്ങനെ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇന്ത്യക്ക് മുന്നിലുള്ളത് സ്വന്തം നാട്ടിൽ വെച്ച് നടക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യന്മാരായ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഉള്ള 2 ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പരയാണ് ഇനി ഇന്ത്യയുടെ അടുത്ത ദൗത്യം. എന്തായാലും ഈ ഒരു പരമ്പര ആരംഭിക്കും മുമ്പ് തന്നെ വലിയൊരു തിരിച്ചടി ഇന്ത്യൻ ടീമിന് ഏറ്റിരിക്കുകയാണ്. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിന് പരിക്കുപറ്റി എന്നുള്ളതാണ്. നമുക്കറിയാം, ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് മത്സരത്തിനിടയിലായിരുന്നു ഋഷഭ് പന്തിന് പരിക്കുപറ്റി. കുറച്ച് നാളായി താരം വിശ്രമത്തിലായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ ടീമിലേക്കുള്ള മടങ്ങി വരുവിന് താരം ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ഋഷഭ് പന്തിന് പരിക്ക് പറ്റിയിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്ക എ ടീമിനെതിരെ നടക്കുന്ന ഇന്ത്യ എ ടീമിന്റെ അനൗദ്യോഗികമായ 2ാം ടെസ്റ്റ് മത്സരത്തിനിടയിലാണ് ഋഷഭ് പന്തിന് പരിക്ക് പറ്റിയത്. 3ാം ദിനമായിരുന്നു താരത്തിന് പരിക്ക് പറ്റി താരം പുറത്തു പോയിരിക്കുന്നത്. എന്തായാലും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ താരത്തിന് കളിക്കാൻ കഴിയില്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇതൊരു വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യക്ക് ഇതൊരു തിരിച്ചടി ഏറ്റിരിക്കുന്ന മറ്റൊരു ആശ്വാസ വാർത്തയും കൂടെ ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറേൽ മികച്ച ഫോമിൽ കളിക്കുന്നു എന്നുള്ളതാണ്. സൗത്ത് ആഫ്രിക്ക എ ടീമിനെതിരെ നടക്കുന്ന ഇന്ത്യ എ ടീമിന്റെ 2ാം അനൗദ്യോഗിക ടെസ്റ്റ് മത്സരത്തിൽ തുടർച്ചയായ 2 ഇന്നിംഗ്സുകളിലും സെഞ്ചുറി നേടിയിരിക്കുകയാണ് ഇന്ത്യയുടെ യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറേൽ. ആദ്യ ഇന്നിംഗ്സിൽ പുറത്താകാതെ 132 റൺസ് താരം നേടിയപ്പോൾ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് വേണ്ടി 127 റൺസാണ് പുറത്താകാതെ താരം നേടിയിരിക്കുന്നത്. അങ്ങനെ ധ്രുവ് ജുറേലിന്റെ 2 ഇന്നിംഗ്സുകളുടെ സെഞ്ചുറി മികവിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 255 റൺസ് നേടിയപ്പോൾ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ എ ടീം 382 റൺസാണ് നേടിയിരിക്കുന്നത്. അങ്ങനെ 416 റൺസിന്റെ ലീഡാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് മുമ്പിൽ വിജയലക്ഷ്യമായിട്ട് ഇന്ത്യ വച്ചിരിക്കുന്നത്. ഇന്ത്യ ഉയർത്തിയ ഈ ഒരു വിജയലക്ഷ്യത്തെ സൗത്ത് ആഫ്രിക്ക എ ടീമിന് മറികടക്കണമെങ്കിൽ ഇനി 392 റൺസ് വേണ്ടിവരും. ഇന്നലെ കളി നിർത്തുമ്പോൾ അവർ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച് വിക്കറ്റ് നഷ്ടം കൂടാതെ 25 റൺസ് നേടി നിൽക്കുകയാണ്. ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.